എല്ലാ മാന്യ പ്രേക്ഷകർക്കും മല്ലു സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കവർന്ന, തലമുറകളായി നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു നിത്യഹരിത ജോഡിയുടെ കഥയാണ്. അതെ, നമ്മളിന്ന് സംസാരിക്കുന്നത് ടോം എന്ന പൂച്ചയുടെയും ജെറി എന്ന എലിയുടെയും രസകരമായ പോരാട്ടങ്ങളെക്കുറിച്ചും അവരുടെ അദൃശ്യമായ സൗഹൃദത്തെക്കുറിച്ചുമാണ്. ഒരു മനോഹരമായ അമേരിക്കൻ പട്ടണത്തിലെ ശാന്തമായ ഒരു വീട്ടിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. ആ വീട്ടിലെ പ്രധാനി ടോം എന്ന നീലയും വെള്ളയും കലർന്ന രോമങ്ങളുള്ള ഒരു പൂച്ചയായിരുന്നു. ടോം ഒരു സാധാരണ പൂച്ചയായിരുന്നില്ല. അവൻ ബുദ്ധിമാനും എന്നാൽ പലപ്പോഴും സ്വന്തം വിഡ്ഢിത്തം കൊണ്ട് അപകടത്തിൽ ചെന്ന് ചാടുന്നവനുമായിരുന്നു. ആ വീട്ടിലെ തറയിൽ ഒരു ചെറിയ മാളത്തിൽ താമസിച്ചിരുന്ന ജെറി എന്ന കുസൃതിയായ എലിയെ പിടിക്കുക എന്നതായിരുന്നു ടോമിന്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യം. ഒരു ശനിയാഴ്ച രാവിലെ സൂര്യപ്രകാശം ജനലിലൂടെ അകത്തേക്ക് അരിച്ചെത്തുന്ന സമയം ടോം അടുക്കളയിലെ സോഫയിൽ സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു. സ്വപ്നത്തിൽ അവൻ ജെറിയെ ഒരു വലിയ കെണിയിൽ പിടികൂടി വിരുന്നൂട്ടുന്നത് കാണുകയായിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. ജെറി പതുക്കെ തന്റെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി. അവന്റെ കുഞ്ഞിക്കണ്ണുകൾ അടുക്കളയിലെ മേശപ്പുറത്തിരിക്കുന്ന വലിയൊരു കഷ്ണം ചീസിനെ ലക്ഷ്യം വെച്ചു. ജെറി വളരെ സൂക്ഷിച്ചാണ് നീങ്ങിയത്. ടോമിന്റെ കൂർക്കംവലി ശബ്ദം അടുക്കളയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ജെറി മേശയുടെ കാലിലൂടെ വലിഞ്ഞു കയറി ചീസിന്റെ അടുത്തേക്ക് നീങ്ങി. എന്നാൽ അവൻ ചീസ് എടുക്കാൻ ശ്രമിച്ചതും മേശപ്പുറത്തിരുന്ന ഒരു സ്പൂൺ നിലത്ത് വീണു. ടക്ക് എന്ന ശബ്ദം കേട്ടതും ടോം ഞെട്ടിയുണർന്നു. ടോം ചുറ്റും നോക്കി. ജെറി ചീസുമായി മാളത്തിലേക്ക് ഓടുന്നത് അവൻ കണ്ടു. ടോമിന്റെ കണ്ണുകൾ ചുവന്നു, മീശകൾ വിറച്ചു. അവനൊരു സിംഹത്തെപ്പോലെ ജെറിയുടെ പിന്നാലെ പാഞ്ഞു. ഇവിടെ നിന്നാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന പോരാട്ടം ആരംഭിക്കുന്നത്. ജെറി ഡൈനിങ് ടേബിളിനിടയിലൂടെയും കസേരകൾക്കിടയിലൂടെയും മിന്നൽ വേഗത്തിൽ പാഞ്ഞു. ടോം തന്റെ കൈകൾ നീട്ടി ജെറിയെ പിടിക്കാൻ നോക്കിയെങ്കിലും ഓരോ തവണയും ജെറി വഴുതിപ്പോയി. ഒരു ഘട്ടത്തിൽ ടോം ഒരു വലിയ പ്ലേറ്റ് എടുത്ത് ജെറിയുടെ നേരെ എറിഞ്ഞു. എന്നാൽ ജെറി താഴ്ന്നുകൊടുത്തു. പ്ലേറ്റ് ചെന്ന് തറച്ചത് ഭിത്തിയിലിരുന്ന വിലകൂടിയ ഒരു പൂപ്പാത്രത്തിലായിരുന്നു. പാത്രം തകർന്ന് തരിപ്പണമായി. ശബ്ദം കേട്ട് വീട്ടുജോലിക്കാരി ഓടിവന്നു. ടോമിനെ അവർ കർശനമായി താക്കീത് ചെയ്തു. ടോം, ഇനി എന്തെങ്കിലും പൊട്ടിയാൽ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. ആ ഭീഷണി ടോമിനെ ഒന്ന് തളാക്കി. അവൻ പതുക്കെ ജെറിയുടെ മാളത്തിനു മുന്നിൽ കാവലിരുന്നു. സമയം ഉച്ചയായി. ജെറിക്ക് വിശക്കാൻ തുടങ്ങി. ടോമാണെങ്കിൽ മാളത്തിനു പുറത്ത് ഒരു വലിയ കെണിയുമായി ഇരിക്കുകയാണ്. ഒരു എലിക്കണിയിൽ ചെറിയൊരു കഷ്ണം ചീസ് വെച്ച് ടോം ദൂരെ മാറി നിന്നു. ജെറി പുറത്തേക്ക് നോക്കി. അവനു വിശക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊരു കെണിയാണെന്ന് അവന് കൃത്യമായി അറിയാമായിരുന്നു. ജെറി ഒരു ഉപായം ചിന്തിച്ചു. അവൻ മാളത്തിന്റെ മറ്റൊരു വശത്തുകൂടി പുറത്തിറങ്ങി ടോമിന്റെ പിറകിൽ ചെന്ന് നിന്നു. എന്നിട്ട് ടോമിന്റെ വാലിൽ ഒരു വലിയ പടക്കം കെട്ടിവെച്ചു. ജെറി പടക്കത്തിന് തീ കൊടുത്തു. ഠിം എന്ന ശബ്ദത്തോടെ പടക്കം പൊട്ടിയതും ടോം ആകാശത്തേക്ക് കുതിച്ചുയർന്നു. വേദന കൊണ്ടവൻ പുളഞ്ഞു. വീണ്ടും അടുക്കളയിൽ ബഹളമായി. ടോം ദേഷ്യം കൊണ്ട് വട്ടമിട്ടു പറന്നു. അവനൊരു ചൂലുമായി ജെറിയെ അടിക്കാൻ ഓടിച്ചു. ഇരുവരും ചേർന്ന് വീടാകെ തകിടം മറിച്ചു. കർട്ടനുകൾ കീറി, പുസ്തകങ്ങൾ നിലത്തു വീണു, അടുക്കളയിലെ പാത്രങ്ങളെല്ലാം ചിതറിക്കിടന്നു. എന്നാൽ ഈ കളിക്കിടയിലാണ് ആ സംഭവം നടന്ന. വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു വലിയ തെരുവുനായ താമസിക്കുന്നുണ്ടായിരുന്നു. അവന്റെ പേരാണ് സ്പൈക്ക്. സ്പൈക്ക് ഉറങ്ങുകയായിരുന്നു. ടോം ജെറിയെ ഓടിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ സ്പൈക്കിന്റെ വാലിൽ ചവിട്ടി. സ്പൈക്ക് ഉണർന്നു. അവന്റെ കണ്ണുകളിൽ അഗ്നിജ്വാലകൾ പടർന്നു. ടോം പേടിച്ചു വിറച്ചു. സ്പൈക്ക് ടോമിനെ ആക്രമിക്കാനൊരുങ്ങി. ഈ സമയം ജെറി ഇത് നോക്കി നിൽക്കുകയായിരുന്നു. തന്റെ ശത്രുവാണെങ്കിലും ടോം അപകടത്തിലാണെന്ന് കണ്ടപ്പോൾ ജെറിക്ക് സഹിച്ചില്ല. ജെറി വേഗം അകത്തേക്ക് ഓടിപ്പോയി ഒരു വലിയ എല്ലിൻ കഷ്ണം എടുത്തുകൊണ്ടുവന്നു. സ്പൈക്ക് ടോമിനെ കടിക്കാൻ ആഞ്ഞെടുത്തപ്പോൾ ജെറി ആ എല്ലിൻ കഷ്ണം ദൂരേക്കെറിഞ്ഞു. എല്ല് കണ്ടതും സ്പൈക്ക് ടോമിനെ വിട്ട് അതിന്റെ പിന്നാലെ ഓടി. ടോം അമ്പരന്നുപോയി. തന്നെ രക്ഷിച്ചത് ജെറിയാണെന്ന് അവന് മനസ്സിലായി. ആ നിമിഷം അവർക്കിടയിലൊരു മൗനമായ ഉടമ്പടിയുണ്ടായി. ടോം പതുക്കെ ജെറിയുടെ അടുത്തേക്ക് ചെന്നു. ജെറി പേടിയോടെ പിന്നോട്ട് മാറിയെങ്കിലും ടോം തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു കഷ്ണം കേക്ക് ജെറിക്ക് നേരെ നീട്ടി. ജെറി അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അന്നത്തെ ദിവസം അവർ തമ്മിൽ വഴക്കിട്ടില്ല. അവരൊരുമിച്ച് ഉമ്മറത്തിരുന്നു സൂര്യാസ്തമയം കണ്ടു. പക്ഷേ ആ സൗഹൃദം അധികനേരം നീണ്ടുനിന്നില്ല. പിറ്റേന്ന് രാവിലെ വീണ്ടും ടോമിന് തന്റെ ജോലി ഓർമ്മ വന്നു. ജെറിയെ പിടിക്കാതെ അവന് സമാധാനമില്ല.
ജെറിയാകട്ടെ ടോമിനെ കളിപ്പിക്കാതെ തന്റെ ദിവസം പൂർത്തിയാകില്ലെന്നും കരുതി. വീണ്ടും പഴയതുപോലെ ഓട്ടവും ചാട്ടവും ബഹളവും ആരംഭിച്ചു. ഇതാണ് ടോം ആൻഡ് ജെറിയുടെ ജീവിതം. അവർ തമ്മിൽ മാരകമായ പോരാട്ടങ്ങൾ നടക്കുമ്പോഴും ഒരാൾ അപകടത്തിലാകുമ്പോൾ മറ്റേയാൾ സഹായത്തിനെത്തും. സ്നേഹവും കലഹവും ഒരുപോലെ നിറഞ്ഞ ആ ബന്ധം നമുക്ക് നൽകുന്ന പാഠമിതാണ്. ജീവിതത്തിൽ ശത്രുതയേക്കാൾ വലുതാണ് പരസ്പരമുള്ള കരുതൽ. അവർ പരസ്പരമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. ടോമില്ലെങ്കിൽ ജെറിക്ക് തന്റെ വിനോദങ്ങൾ നഷ്ടപ്പെടും. ജെറിയില്ലെങ്കിൽ ടോമിന്റെ ജീവിതം വിരസമാകും. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും പുതിയ കാർട്ടൂണുകൾ എത്ര വന്നാലും ടോം ആൻഡ് ജെറി നമ്മുടെ മനസ്സിൽ എന്നും ആ പഴയ കുസൃതികളുമായി നിലനിൽക്കും. അവരുടെ ഓരോ വീഴ്ചയിലും ഓരോ ചിരിയിലും നമ്മുടെ ബാല്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. ടോം ആൻഡ് ജെറിയെപ്പോലെ നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള രസകരമായ കൂട്ടുകാരുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള മനോഹരമായ കഥകൾ ഇനിയും കേൾക്കുന്നതിനായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകൾ അപ്പോൾ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു മനോഹരമായ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിട പറയുന്നു.